കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 23-24 വാക്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകിയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരുടെയും ജീവിതത്തിന് എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് സത്യമല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിത യാത്രയാണെങ്കിലും ശരി, ഭൗതിക മേഖലകൾക്കകത്ത് മൂവ് ചെയ്യുന്നവരാണെങ്കിലും ശരി, നമ്മുടെ എല്ലാവരുടെയും യാത്രകൾക്ക് മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ തത്രപ്പാടെല്ലാം പെട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം കഴിയും? ഭൗതികമായ നേട്ടങ്ങളോ നന്മകളോ ആത്മീകപരമായിട്ടുള്ള നേട്ടങ്ങളോ മുന്നേറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെ നടന്നെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വഴിയിൽ നമ്മൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിൽ നടന്നാൽ നമ്മുടെ യാത്രകളെ, നമ്മുടെ ഗമനങ്ങളെ ദൈവം എന്ത് ചെയ്യും? സ്ഥിരമാക്കുവാൻ തക്കവണ്ണം ഇടവരും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ, അവൻ്റെ മുന്നോട്ടുള്ള വഴിയെ എന്ത് ചെയ്യും? സ്ഥിരമാക്കുവാൻ തക്കവണ്ണം ഇടയാ. അടുത്ത് വായിക്കുന്ന ശ്രദ്ധിച്ചേ. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. എന്തുവാ വീഴ്ച സംഭവിക്കുന്നത്? മിക്കപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിലാകട്ടെ, അല്ലാത്ത ഉള്ള യാത്രകളിലാകട്ടെ, പലപ്പോഴും നമ്മൾ തകരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വഴിയിലാണ്, അല്ലേ? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവിൻ. എന്തുവാ തിരുവചനം വ്യക്തമാക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80 എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവജനത്തിന് നൽകിയിരിക്കുന്ന ഒരു ആയുസാണ് 70 ഏറെയായാൽ 80. എന്നാൽ അവിടം വരെ പോലും എത്താൻ കഴിയാതെ പകുതി വഴി വെച്ച് അപകടങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ ഒക്കെ പിടിപെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? എന്താ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാര്യം? വഴിയിൽ വെച്ച് നമ്മളെ തകർക്കുന്ന ഒരു വ്യാപാരം നമ്മുടെ ജീവിതത്തിൻ്റെ പിൻപിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള വഴിയിൽ നമ്മൾ നടന്നാൽ നമ്മുടെ ഗമനത്തെ കർത്താവ് സ്ഥിരമാക്കുക മാത്രമല്ല, നമ്മൾ വീണാലും, അതിൻ്റെ അർത്ഥം വഴിയിൽ നമ്മൾ വീണു പോകാം, തകർന്ന സാഹചര്യം വരാം, താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിനുവേണ്ടി ദൈവം വിട്ടുകൊടുക്കത്തില്ല. വീണാലും നിലം പരിചാകാതെ ദൈവത്തിൻ്റെ കൈ നമ്മളെ താങ്ങി നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുന്ന, വിശ്വാസത്തിൽ, ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യും നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, വഴിയിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ലക്ഷ്യത്തിലെത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചാട്ട് ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.